ടു വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിത് അങ്ങനെ വിഷുവിൻ്റെ പർച്ചേസിലാണ്. ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ഞാൻ ഓൾറെഡി എനിക്കുള്ള ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ ഞാൻ കാണിച്ചില്ല, അത് വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിനി അങ്ങനെ പർച്ചേസിങ് ഒന്നുമില്ല. ഉണ്ണിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വിഷുവിൻ്റെ ഒരുക്കങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇപ്രാവശ്യം അമ്മയില്ല, അമ്മയ്ക്ക് ഷൂട്ടുള്ളതുകൊണ്ട് ഞാനും ഉണ്ണി ഒരു സിനിമയൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ഇതേ നേരെ ഷോപ്പിങ്ങിൽ പോയി. നമ്മൾ എമോറ്റിയിൽ നിന്ന് തന്നെയാണ് സിനിമ കാണാൻ പോയത്. അവിടെ നിന്ന് തന്നെ രാമചന്ദ്രയിലെ അവിടുത്തെ താഴത്തെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വിഷു എന്നുള്ളത്. എന്ത് റേറ്റാണെന്ന് അറിയാമോ? വിഷുവിനുള്ള ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴേ ഭയങ്കര റേറ്റ്. അതുവഴി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് നമ്മൾ ഇത് കണ്ടത്, എന്താണ് നമ്മൾ പൂ കണ്ടത്. അപ്പോൾ പൂ സാധാരണ ഭയങ്കര റേറ്റാണ്. പക്ഷേ ഈ ചേട്ടൻ നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ 50 രൂപയുടെ പൂവാണ് എടുത്തത്, പക്ഷേ കുറച്ച് കുറവായിരുന്നു. 100 രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ. ഒരു ചക്കയും കൂടിയാണ് ഞാൻ എടുത്തത്. എനിക്ക് രണ്ടും കൂടെ എനിക്ക് 100 രൂപ എനിക്ക് ആ ചേട്ടന് നല്ല രീതിയിൽ എനിക്ക് തന്ന. ഇഷ്ടം പോലെ പൂവും തന്നു, ചക്കയും. ഞാൻ അഡീഷണൽ പൈസ കൊടുത്തിട്ട് ഏട്ടൻ വാങ്ങിച്ചില്ല, എനിക്കിത് മതിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ല വ്യക്തികളുണ്ടല്ലോ നമ്മുടെ ചുറ്റും. എനിവേ ഈ ചേട്ടൻ ഈ വ്ലോഗ് കാണുവാണെങ്കിൽ താങ്ക് യു സോ മച്ച്. ഞാൻ പേര് ചോദിച്ചു, പക്ഷെ ഇപ്പം മറന്നുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പൂവും സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് നേരെ ജോസ്കോയിലോട്ടാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോയത്. വേസ്റ്റ് ഫോർട്ടിൽ കണ്ടത് ആ ചേട്ടനെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളും ഈ വിഷുവിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരാണ് കണ്ടോ. ഈ സൈഡ് ഫുള്ളും അങ്ങോട്ട് അത് തന്നെയാണ്. ഇവരൊരു സെറ്റായിട്ടും കൊടുക്കും, പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് മാത്രമായിട്ടും കൊടുക്കും. അങ്ങനെ നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ ജോസ്കോയിലായിട്ടാണ് പോയത്. അവിടെ എന്താണെന്നല്ലേ യെസ് പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ പേര് നമ്മുടെ ഷോർട്സിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ളത്. യെസ്, അത് ഞാൻ പറയാം. ഇത് എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് ആദ്യം പറയാം. ഞാൻ ചിട്ടി കൂടി വാങ്ങിച്ചതാണ്. അതിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഞാൻ ചിട്ടി കൂടി വാങ്ങിച്ചതാണ്. നമുക്ക് ഒരു മാസം എത്ര രൂപ വേണമെങ്കിലും അടയ്ക്കാം. ഒറ്റ പ്രാവശ്യം നമുക്ക് അടയ്ക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ 10 മാസം, പക്ഷേ ഞാൻ ചില മാസങ്ങൾ 2 പ്രാവശ്യം അടച്ചത് കൊണ്ട് എനിക്ക് ചിട്ടി പെട്ടെന്ന് ക്ലോസ് ആയി കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എന്താണെന്നല്ലേ, കൊലുസാണ് വാങ്ങിച്ചത്. എൻ്റെ ഒരു പൊട്ടിപ്പോയി കൊലുസുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മാറ്റിയിട്ട് ഞാനൊരു കട്ടിയുള്ള ഒരു കൊലുസ് എടുത്തു കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ചിട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വർണ്ണ വിലയിൽ വാങ്ങിക്കാൻ പറ്റില്ല. ആൻഡ് ഒരു കാര്യം, നമ്മൾ എന്നാണോ ചിട്ടി തുടങ്ങുന്നത് അന്നത്തെ റേറ്റിലായിരിക്കും നമ്മൾ സ്വർണം എടുക്കാൻ പോകുമ്പോൾ നമുക്ക് റേറ്റ് ഇട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു 12,000 സംതിങ് റുപ്പീസ് തന്നെ എനിക്കൊരു സേവിങ്സ് ആയിട്ട് സ്പെഷ്യലായിട്ട് കിട്ടി. കാരണം അന്നത്തെ ഇന്നത്തെ സ്വർണ്ണ വ്യത്യാസം കൊണ്ടാണ് കേട്ടോ, വിലയിൽ വ്യത്യാസം വന്നതുകൊണ്ട് വേഗം ചിട്ടി ചേർന്നുള്ളൂ. നല്ലതാണ് കേട്ടോ. പകരം എനിക്കിതാ ഒരു ഗിഫ്റ്റും കിട്ടി, സ്വർണ്ണ കോയിൻ. ഞാൻ എപ്പോഴും പറയും സേവിങ്സ് പോകുന്ന വഴിക്ക് എല്ലാം ഇതായിരുന്നു കാഴ്ച. ഫുള്ള് കൈതച്ചക്കയും ഈ ഒരു എന്താ പറയുക വിഷുക്കണിക്കുള്ള സാധനങ്ങളാണ് ഫുള്ള് റോഡിൽ വിൽക്കുന്നത്. അതൊരു കാണാൻ തന്നെ രസമാണ് കേട്ടോ. ഇത് കരമ്പന കിള്ളിപ്പാലത്തുള്ളൊരു കാഴ്ചയാണ്. ഫുള്ള് അത് തന്നെയാണ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് വീട്ടിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുക, അന്നേരത്തെല്ലാം കഴുകി വെച്ചു. കാരണം ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ നാട്ടിലോട്ട് പോവും. അപ്പം അതിനു മുമ്പ് എല്ലാ ജോലിയെല്ലാം ക്ലിയർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ എനിക്ക് നല്ല ചീത്തവിളി കേൾക്കും കേട്ടോ. അപ്പം ഇന്നത്തെ ഇപ്രാവശ്യത്തെ വിഷു എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്ത നല്ലൊരു എന്താ പറയുക സ്വർണ്ണ കൊലുസ് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി സേവിങ്സ് നമുക്ക് എപ്പോഴും വേണം. അങ്ങനെ ചായയും റസ്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ദാ വന്നു. പിന്നെ അമ്മ വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ. ഒന്നും ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല. അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇവിടുന്ന് വിഷുക്കണി ഒരുക്കി വെച്ചിട്ട് വേണം പോകണം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം തലേന്ന് ഞങ്ങൾ ഒരുക്കി വെച്ചു. ഇതിപ്പോൾ സമയം ഒരു 11:30 ആയി. ഞങ്ങൾ 11:30-ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് കേട്ടോ, രാത്രിയിൽ പുന്നലേക്ക് പോകാനായിട്ട്. ഈ വെട്ടം കണ്ട് നിങ്ങൾ അതിശയിക്കേണ്ട രാത്രി തന്നെയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അകത്ത് നമ്മളിങ്ങനെ അത്രയും ലൈറ്റ് ഇട്ടത് കൊണ്ടായിരിക്കും കേട്ടോ ഭയങ്കര ബ്രൈറ്റായിട്ട് പകൽ പോലെ തോന്നിക്കുന്നത്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് നാട്ടിലോട്ട് പോകാൻ ഇറങ്ങി. ഓൾമോസ്റ്റ് ഒരു 11:15 11:30 ആയപ്പോഴാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയത്. വെറുതെ പോവാണ്. കാരണം ഈ അമ്മയ്ക്ക് വിഷു കൈനീട്ടൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ വർഷത്തെ വിഷു ഇങ്ങനെ അങ്ങ് പോട്ടെ, അടുത്ത വർഷത്തേക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. ടച്ച് വുഡ്, ദൈവം എല്ലാം നേരെയാക്കി തരട്ടെ. ഞങ്ങൾ ഇതാ അങ്ങനെ എത്തി കേട്ടോ. മണി 1:15 പോകുന്നു. അമ്മ ഉറക്കമാണ് ഗൈസ്. ഇവിടെ ആരില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്, ഒരേ പേടിച്ചിരിക്കുക കേട്ടോ. കണ്ടു ഞാൻ കണ്ണനെ ഗോപാലകൃഷ്ണനെ. ചെറുക്കാൻ മൂത്രം വയ്ക്കില്ല, ഇനി അമ്മ വിളിക്കാം. ലൈറ്റ് ഇട്ടു ഗൈസ്. ചേടാ ഇതിനിപ്പോൾ എന്തിനാ കുറ്റി? പേടിക്കാതെ നിൽക്കി ചെറുക്കാൻ അങ്ങോട്ട്. രാത്രിയിൽ അതിക്രമിച്ച് കയറുന്നു. ഇവിടുന്ന്
ഇവിടെ നമുക്ക് ഒന്ന് നോക്കാൻ മതി. പേടിക്കാതെ നിൽക്കി ചേർക്കാം അങ്ങോട്ട്, എന്നെയും കൂടെ പേടിപ്പിക്കാം. അമ്മൂമ്മ നല്ല ഉറക്കക്ഷീണത്തിൽ എങ്ങനെ എഴുന്നേറ്റ് വരിക കേട്ടോ. ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചിലപ്പോഴേ വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ചു പറഞ്ഞില്ല. ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മൂമ്മ കഥകൊക്കെ തുറന്നു തന്ന് എഴുന്നേറ്റ് വന്നത്. ആ വിഷുക്കണി കണ്ടേ ഇനി ഇവിടുത്തെ അമ്മൂമ്മയുടെ കണി. ആ കുച്ചി കല്ലി എല്ലാം വാങ്ങിച്ച് വളയും മാലയൊക്കെ വെച്ചേക്കുന്നു. കൃഷ്ണ, ഈ കുഞ്ഞു കൃഷ്ണനെ എവിടുന്ന അമ്മൂമ്മേ? കയറി വന്നപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു, പക്ഷെ അവിടെ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ കട്ടൻ ചായയും സ്നാക്സും ഒക്കെ ഇട്ട് കഴിച്ചുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ കിടക്കുന്നത് അവിടെ ലിമിറ്റഡ് സ്പേസ് ആണ്, സോ നമ്മൾ ഹോളിൽ തന്നെയാണ് വന്ന് കയറുന്ന ഹോളിൽ തന്നെയാണ് ഞാനും അമ്മയും ഒറിയും കിടന്നത്. ഉണ്ണി അമ്മയുടെ കൂടെ അകത്ത് കിടന്നു, അവർ 3 കൂടെ കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഒരു 1:30 ആയി സംസാരം എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ 1:30 കഴിഞ്ഞു. ഇനി രാവിലെ വിഷു കൈനീട്ടം മേടിക്കാം. ബാ കുഞ്ഞമ്മയുടെ കാലേ തൊട്ട് പൈസയൊന്നും നോക്കണ്ട, തന്നത് വാങ്ങിച്ചോ. കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം മേടിക്കുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആട്ടോ, എല്ലാരും പറയും. കുഞ്ഞമ്മ അമ്മയുടെ കാലേ തൊട്ട് വേണം. കുഞ്ഞമ്മ അമ്മയുടെ കാലേ തൊട്ട് വേണം. എല്ലാരും അനുഗ്രഹം വാങ്ങിച്ചോ. എന്റെ സർവേശ്വരാ, എന്റെ ദേവിയെ അനുഗ്രഹിക്കണേ വിലാസിനി. ഈ വർഷം നല്ല കളിക്കണേ കണ്ണാ ഗുരുവായൂരപ്പ. എല്ലാരും ഇവിടെ കൊണ്ടുവെക്കുന്ന പൈസ പിന്നെ എണ്ണി പറക്കാം. കൊച്ചുമോള് തരുന്ന പരീക്ഷണ കുറഞ്ഞു പോയെന്ന് നോക്കണ്ട. ഇതെന്നാ പിടിച്ചോ, പോവാൻ തന്നെ തിരിച്ച് 50 രൂപ കൊടുക്കും. ഭഗവാനെ, ഇതുവരെ ഞാനൊരു 500 പ്രതീക്ഷിച്ചതാ കണ്ണ, 200 രൂപയ്ക്ക്. അമ്പലത്തിൽ പോവാണ്, കണ്ട് തലയിൽ പൂവൊക്കെ വെച്ച്. ശാന്തമ്മ, ഈ പുന്നലയിൽ ശാന്തമ്മ മെമ്പറായിട്ട് നിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പുന്നലയിൽ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, വെയിലത്ത് നിൽക്കുന്നുണ്ട്. കുഞ്ഞമ്മ ഒരു ഹായ് പറ. കുഞ്ഞമ്മയ്ക്ക് വലിയ ഫാൻസ് ഉണ്ട്. കുഞ്ഞമ്മ പുന്നല നാട്ടിൽ ശാന്തകുമാരി അറിയാത്ത ആരും തന്നെ ഇല്ല. ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഫ്ലെക്സ് ചെയ്ത് വെക്കാം. ചാച്ചാ ഹാപ്പി വിഷു പറ എല്ലാരും അടുത്തും. അമ്മൂമ്മ ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു പറ അമ്മൂമ്മ. സോ എല്ലാവർക്കും ഹാപ്പി 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 വിഷു. അടുത്ത വർഷത്തെ വിഷു നമുക്ക് കുറച്ച് ഗ്രാൻഡ് ആക്കണം. പിന്നെ ഞങ്ങൾക്ക് മുറുക്കാൻ വെക്കണമായിരുന്നു, അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ റിട്ടേൺ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് അവിടെ ഉത്സവമാണ് കേട്ടോ ഇന്ന്, അതായത് വിഷുവിന് അന്ന് കൊടി കയറും. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല, എനിക്കിവിടെ ഷൂട്ടുണ്ട്. അതുകൊണ്ട് നേരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു അമ്മൂമ്മ ഉണ്ടാക്കി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങുവാണ്. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷു ഇങ്ങനെ കഴിഞ്ഞു. കുന്നലയിൽ നിന്നും ശാന്തകുമാരിക്കൊപ്പം ശാന്തകുമാരിക്കൊപ്പം ബ്രോക്കുട്ടൻ, ക്യാമറാമാൻ ബ്രോക്കുട്ടൻ, ക്യാമറാമാൻ ബോച്ചുട്ടൻ. ചാച്ചാ ഉമ്മ തരും. എടാ ബോക്കുട്ട ഒരു മോള് ഒരു മോള് കണ്ട ഒരു മോള് കണ്ടാ കുഞ്ഞു ഉമ്മ വരുന്ന കണ്ടാ. ആവശ്യം പോവാ, നമ്മള് കാറിൽ പോവാ. ബോക്കുട്ട ഇതോട്ട് പാടി തൈരും ചോറും മീനും ചിക്കനാണ് എന്റെ പുന്നാൻ. ഒറിയോ അങ്ങനെ സുഖമായിട്ട് കിടന്നവർക്കാണ്. അപ്പം നമ്മുടെ വിഷു വ്ലോഗ് അത്രയേ ഉള്ളൂ. ടാറ്റ, ടേക്ക് കെയർ. എല്ലാവർക്കും ഹാപ്പി വിഷു വൺസ് അഗൈൻ.